ഓവർ ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലബ് എടുത്ത് നോക്കുവാണെങ്കിൽ എത്ര കോച്ച്മാർ ഇവിടെ മോർ ദാൻ 1 ഇയർ നിന്നിട്ടുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻസ് എന്തുകൊണ്ട് ടീമിന് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റിയില്ല? ഒരുപാട് സീസണുകൾ കാണിക്കുന്ന ഈ സ്പോർട്ടിംഗ് ബ്ലണ്ടേഴ്സ് ഫുട്ബോളിനെ സംബന്ധിച്ച് ആ ഫാൻസുമായിട്ടുള്ള ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലെ അടുത്ത 1-2 ഗെയിം കൊണ്ട് തന്നെ റിസൾട്ട്സ് ഉണ്ടാകുന്നു, പോയിന്റ്സ് വരുന്നു. ഫാൻസിനോട് എന്തിനാണ് ഇവർക്ക് ഇത്ര ഈഗോ? ഐ മീൻ ഇത് ഫാൻസ് ആണോ കസ്റ്റമേഴ്സ് ആണോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മഞ്ഞപ്പട TV. സോ നമ്മുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പട ഇപ്പം ബോയ്ക്കോട്ടിലാണ്. സോ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് മഞ്ഞപ്പട എന്തുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്തു, എവിടെയാണ് ഈ ഒരു ബോയ്ക്കോട്ട് അവസാനിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്. സോ എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് വിഷ്ണു. ഇന്ന് എൻ്റെ കൂടെ 2 പേര് കൂടി ഉണ്ട്, അർജുനൻ ആൻഡ് കിരൺ. സോ ഗൈസ്, എന്താണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് കളികൾ തോറ്റു, അതിനുശേഷം കുറച്ച് മാച്ചസ് ജയിച്ചു, അതിൻ്റെ ഇടയിൽ മഞ്ഞപ്പട ബോയ്ക്കോട്ട് അനൗൺസ് ചെയ്തു. ഇപ്പം ബോയ്ക്കോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ ആ ഒരു തോട്ട് എന്താണ്? ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലബ്ബ് പലപ്പോഴും ഷോർട്ട് ടൈം സക്സസ് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പ്ലാൻ ഫ്ലോപ്പായി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ സക്സീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല സമയങ്ങളിലും ക്ലബിൻ്റെ ഇനീഷ്യൽ പ്ലാൻ ഫ്ലോപ്പ് ആകാറുണ്ട്. എക്സെപ്റ്റ് വെരി ഫ്യൂ സീസൺസ് ഈ ക്ലബ്ബ് പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോച്ച് പലതും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ബിക്കോസ് ഓവർ ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലബ്ബ് എടുത്ത് നോക്കുവാണെങ്കിൽ എത്ര കോച്ച്മാർ ഇവിടെ മോർ ദാൻ 1 ഇയർ നിന്നിട്ടുണ്ട്, കോച്ച് വാൻ മാത്രം. ലൈക്ക് അവർക്കൊരു ഒന്നെങ്കിൽ മിഡ് സീസണിൽ കോച്ചിനെ സാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സീസൺ എൻഡ് ചെയ്യുമ്പോൾ പാർട്ട് വൈസ് ചെയ്യുന്നു. വാട്ട് എവർ ഹാപ്പൻസ് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, ഒരു ഫ്ലോ കിട്ടുന്നില്ല. അതെ, ഓരോ ഷോർട്ട് ടൈം പാച്ചിൽ ഒരു ഹണിമൂൺ റൺ, ഒരു പുതിയ കോച്ച് വരുന്നു, ആൾക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടുന്നു. സെക്കൻഡ് ഹാഫിൽ സീസൺ പകുതി കഴിയുമ്പോൾ ആ കോച്ചിന് റിസൾട്ട്സ് കിട്ടുന്നു. പുതിയതായിട്ട് വരുന്ന കോച്ചിന് പ്രീ സീസൺ കിട്ടിയാലും കുറവാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഹാപ്പൻസ് ഒരു പരിധിക്കപ്പുറം ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല, ഒരു കണ്ടിന്യൂറ്റി കിട്ടണില്ല. സോ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ടേബിളിൽ ബോട്ടം ഹാഫിലേക്ക് തള്ളി താഴെ പോകുന്നു. ആൻഡ് ഇമാജിൻ ഇത് 1-2 സിറ്റുവേഷനിലാണ് നടക്കണേ. ഇത് ഓരോ സീസണും എന്തെങ്കിലും കാരണം കൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. 1-2 പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മാത്രം ഇത് പാറ്റേൺ ആയിക്കൊണ്ടിരിക്കും. ഇതിൽ എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ബോയ്ക്കോട്ട് പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വർഷങ്ങളോളം ഇയേഴ്സ് മഞ്ഞപ്പട എന്ന് പറയുന്ന ഒരു ആരാധന കൂട്ടായ്മ ആ ഈസ്റ്റ് ഗാലറിയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും നമുക്ക് ലിറ്ററലി നമുക്ക് കപ്പില്ല എന്ന് തന്നെ പറയാം, ട്രോഫി ഇല്ല. അതാണ്, അതായത് നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ബാംഗ്ലൂർ. നമുക്ക് ഇവാൻ എന്ന് പറയുന്ന കോച്ച് വരുന്നതിന് മുമ്പും നമ്മുടെ കണ്ടീഷൻ വളരെ പരിതാപകരമായിരുന്നു. പെട്ടെന്ന് ഒരു സീസണിൽ ഇവാൻ എന്ന് പറയുന്ന കോച്ച് വരുന്നു, കുറച്ച് പ്ലേയേഴ്സ് വരുന്നു. ഫസ്റ്റ് സീസൺ നമുക്ക് ഗോവയിൽ കോവിഡ് പീരീഡിൽ ഫൈനലിൽ എത്തുന്നു. സെക്കൻഡ് സീസൺ പ്ലേ ഓഫിൽ കയറുന്നു. തേർഡ് സീസൺ പ്ലേ ഓഫിൽ കയറുന്നു. അതല്ലാണ്ട് നമുക്ക് കുറച്ച് സെവറൽ ഇയേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സക്സസ്ഫുൾ എന്ന് പറയാനായിട്ട് ഒന്നും തന്നെയില്ല. ആ 2 സീസൺ ഫൈനലിൽ കയറിയ സീസൺ ഒഴികെ വേറെ സീസണുകൾ നമുക്ക് പറയാം. പക്ഷേ ഈ സമയത്തൊക്കെ കൂടെ നിന്നിട്ടുണ്ട് മഞ്ഞപ്പട ഒരിക്കലും ഒരു ക്ലബ് നമ്മുടെ സ്വന്തം ക്ലബിനെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ബോയ്ക്കോട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം കഴിഞ്ഞ പോലത്തെ പ്രൊട്ടസ്റ്റിൽ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവാൻ പോയതിന് ശേഷം നമുക്ക് ആദ്യം ഒരു കോച്ച് വന്നു. ആ കോച്ചിനെ മിഡ് സീസൺ സാക്ക് ചെയ്തു. അത് കഴിഞ്ഞൊരു കോച്ചിനെ സാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർഫോമൻസ് മോശമായപ്പോഴാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത്. ആ പ്രൊട്ടസ്റ്റ് നമുക്ക് അടുത്ത ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനും തുനിഞ്ഞതാണ്. കാരണം എന്താണ്, നമുക്കിപ്പോൾ ISL ഫുട്ബോളിൽ, ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന അൺസർട്ടനിറ്റി അത് ഒരുപാട് ടീമുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ടീമിനെ ബാക്ക് ചെയ്യാമെന്ന് വന്നപ്പോൾ അതിനേക്കാൾ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം പ്രിപ്പയർ ചെയ്തതിനേക്കാളും വേസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളിലേക്ക് പോയത്. അതായത് ഒരിക്കലും റെലിഗേഷൻ ഞങ്ങൾ ഫേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ടീം റെലിഗേഷൻ ലെവലിൽ നിൽക്കുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ബോയ്ക്കോട്ട് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയത്. ഒബ്വിയസ്ലി ഇതിലും നന്നായിട്ട് ടീം മാനേജ് ചെയ്യായിരുന്നു തീർച്ചയായിട്ടും സീസണിന്റെ തുടക്കത്തിലേ വിചാരിച്ചിരുന്നെങ്കിൽ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്, അതായത് നമ്മുടെ ടീം തകർച്ചയിൽ നിന്ന സമയത്ത് ഒരു ഒറ്റ കോച്ചിനെ ചേഞ്ച് ചെയ്തു, ഒരു 2-3 പ്ലേയേഴ്സ് ചേഞ്ച് ചെയ്തു. ടീം ഓൾ ഓഫ് എ സഡൻ വേറൊരു ലെവലിലേക്ക് പോയെന്ന് തന്നെ പറയാം വേണമെങ്കിൽ. കാരണം നമുക്ക് 4 മാച്ചസ് ആയിട്ട് കണ്ടിന്യൂസ് തോക്കാണ്ട് നമ്മൾ കളിക്കുന്നു, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഓൾ ഓഫ് എ സഡൻ വിൻ ചെയ്യുന്നു. ഓൾ ഓഫ് എ സഡൻ നമ്മൾ ചേഞ്ച് ആയി. എങ്ങനെ ചേഞ്ച് ആയി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു പ്രിപ്പറേഷൻസ് എന്തുകൊണ്ട് ടീമിന് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റിയില്ല? സീരിയസ്ലി അത് പറയുമ്പോൾ ഈ ആഷ്ലി വെസ്റ്റ്വുഡ് ആസ് എ കോച്ച് വന്നിട്ട് ഒരു ലോങ് പ്രീ സീസൺ ഒന്നും കിട്ടിയിട്ടില്ല. മേ ബി ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഐ മീൻ എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല എന്നാ കോച്ച് വന്നതെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്കൊരു ലോങ് പ്രീ സീസൺ കിട്ടിയിട്ടില്ല.
ഇപ്പോൾ പീറ്റർ ഹാർട്ടിലെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു, ആൾ നമ്മുടെ റൈവൽ പ്ലെയർ ആയിരുന്നു നേരത്തെ. അപ്പം അവരൊക്കെ ഒരുപക്ഷെ ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ആണ്. അതേസമയം അവരുടെ കൊണ്ടുവന്ന മെൻറ്റാലിറ്റി ഷിഫ്റ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങി പെർഫോം ചെയ്യണം, ഏത് കോച്ച് ആരെന്ത് കാണിച്ചാലും. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഭാഗത്തുള്ള ടാക്ടിക്സും സംഭവങ്ങളും ഒരുക്കിയെടുത്ത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ലൈക്ക് ആ ഒരു മെൻറ്റാലിറ്റി അതിലേക്ക് പകർന്നു, ആ എനർജി പകർന്നു കൊടുത്തു. അത് പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലെ അടുത്ത 1-2 ഗെയിം കൊണ്ട് തന്നെ റിസൾട്ട്സ് ഉണ്ടാകുന്നു, പോയിന്റ്സ് വരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, 1-2 ഗെയിം കൂടുതൽ കളിച്ചെങ്കിലും പോയിന്റ് ടേബിൾ 8ലേക്ക് എത്തുന്നു, 8th-9th എത്തുന്നു. അത് പോയിന്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. വൈ ഡിഡ് ദ മാനേജ്മെന്റ് ഡു ദിസ് എയർലിയർ? ലൈക്ക് സീസൺ സ്റ്റാർട്ടിങ്ങിൽ അവരെന്തുകൊണ്ട് ഈ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരുന്നില്ല ഇഫ് ദേ ആർ അവൈലബിൾ? അല്ലെങ്കിൽ ഇപ്പം ഒമർ ബാ പോലൊരു പ്ലെയർ, ഹി വാസ് അവർ പ്ലെയർ, ബട്ട് ആളെ നമ്മൾ പാർട്ട് വൈസ് ചെയ്തു ഇൻ ബിറ്റ്വീൻ 3 മാച്ച് കഴിഞ്ഞപ്പോൾ. അത് 3 മാച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം പകരം പ്ലെയർ ഫാളിനെ കൊണ്ടുവരുന്നു. അതിൽ ഒരു കാര്യം ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒമർ ബാഗ് വിട്ടതിന് ശേഷം ആദ്യത്തെ ഒരു 3-4 മാച്ചസിന് ശേഷം നമുക്ക് മാനേജ്മെൻറ്റായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ നമ്മൾ ക്ലിയർ ആയിട്ട് മാനേജ്മെൻറ്റിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഒമർ ബാനെ നമ്മൾ റിലീസ് ചെയ്തു. തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യമാണ് ഉണ്ടായത്, നിങ്ങൾക്ക് തോന്നിയ ഒമർ ബായ് പ്ലേയിങ് ലെവലിൽ കളിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണോ എന്ന്. മാനേജ്മെൻറ്റ് നമ്മളോട് ചോദിക്കുകയാണ് അയാളുടെ ക്വാളിറ്റി ഉണ്ടോ എന്ന്. അവർ സൈൻ ചെയ്ത പ്ലെയറിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വൈ ഫാളു എന്ന് ചോദിച്ചപ്പോഴത്തേനും 1 year ആയിട്ട് അവർ നോക്കുന്ന പ്ലെയറാണ്. അവർക്ക് സൈൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പ്ലെയർ സൈൻ ആവാനായിട്ട് 10 ദിവസം എടുക്കാം, ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ 1 വർഷം എടുക്കാം. ഓൾ ഓഫ് എ സഡൻ 1 മാസം കൊണ്ട് ഈ പറഞ്ഞ പ്ലെയർ നമ്മളോട് എഗ്രി പറഞ്ഞു വന്നു. പെട്ടെന്നായിരുന്നു അതെല്ലാം. അതാണ് സ്ട്രേഞ്ച്. ഓൾസോ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ക് ചെയ്ത് പോയ കറ്റാല എന്ന് പറയുന്ന കോച്ച് ഓൾറെഡി പറഞ്ഞു നമ്മളോട്, നമുക്ക് ആദ്യം സൈൻ ചെയ്തേക്കണ ഫോറിൻ പ്ലെയേഴ്സ് എല്ലാം 0 സാലറിയിൽ വന്നിരിക്കുന്ന പ്ലെയേഴ്സാണ്. അത് തന്നെ ഒരു പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കാണിക്കുന്നതാണ്. ഏത് പ്ലെയർ തയ്യാറാവും 0 സാലറിയിൽ ഒരു ലീഗിൽ വന്ന് കളിക്കാനായിട്ട്? അത് 1-2 ഇയേഴ്സായിട്ട് കളിക്കാത്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗിൽ ഇല്ലാത്ത, അൺഅവൈലബിൾ ആയിട്ടുള്ള, കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന പ്ലെയേഴ്സാണ്. അവരെത്രത്തോളം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിൽ നിന്ന് ചേഞ്ചായിട്ട് ഒരു 2 പ്ലെയേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ 3 പ്ലെയേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? എവിടെയാണ് ഈ ഡിസിഷൻസിനൊക്കെ പാളിപ്പോകുന്നത്? ഇതിന് ആരെങ്കിലും ഒരാൾ റെസ്പോൺസിബിൾ ആവണ്ടേ? അതെ, നമ്മൾ ഈ സ്പോർട്ടിംഗ് ഡിസിഷനിൽ നമ്മളും അത്ര വലിയ എക്സ്പേർട്ട് ഒന്നല്ല. പക്ഷേ ഒരു നോർമൽ ഫാനുള്ള രീതിയിൽ നമുക്ക് ചില അവരെ സ്പോർട്ടിംഗ് ഡിസിഷനും അവരെ സ്പോർട്ടിംഗ് വിഷനും കാണുമ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് തോന്നിപ്പോ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി. ഇറ്റ്സ് നോ ലോങ്ങർ അബൌട്ട് അക്കൗണ്ടബിലിറ്റി. ഇനി ഒരു പക്ഷേ വന്ന് പറയും ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആ സംഭവം പറഞ്ഞു കഴിഞ്ഞാലും വി നീഡ് ടു സീ ആക്ഷൻസ്. ഇപ്പം ഒരു സംഭവം ഫ്ലോപ്പായിട്ട് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിലും ബെറ്റർ ആണ് അത് കറക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് തന്നെ, ലോകത്ത് എവിടെയാണെങ്കിലും എടുത്ത് നോക്കിയോ, എന്തോരം ഇപ്പം ഒരു ക്ലബ്ബും എല്ലാ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്നില്ല. മിസ്റ്റേക്സ് ഉണ്ടാകും, പാളിച്ചകൾ ഉണ്ടാകും, അവരുടെ സ്പോർട്ടിംഗ് ഡിസിഷൻസ് തന്നെ കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കാം. ബട്ട് അവർ അവർ അക്കൗണ്ടബിലിറ്റി എടുത്തെങ്കിൽ പോലും ദെൻ ദേ വിൽ ഷോ ദ ആക്ഷൻസ്. ഇത് അക്കൗണ്ടബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പോകുന്നത് വീണ്ടും സെയിം റൂട്ടീനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സ്പോർട്ടിംഗ് ഡിസിഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സീസണിൽ സൈൻ ചെയ്ത ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ആരെങ്കിലും ഇപ്പോൾ പ്ലേയിങ് ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ? അതിനാന്ന് പറഞ്ഞിട്ട് നമുക്ക് MBSG നമ്മളൊരു പ്ലെയറിനെ കൊണ്ടുവന്നു, ഒരു കളി പോലും ഇതുവരെ കളിച്ചിട്ടില്ല. ആളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഞ്ചേർഡാണ്, സ്റ്റീലിട്ടിട്ട് അതിൻ്റെ ഇഞ്ചേർഡാന്ന് പറഞ്ഞു. ടൈസൺ എന്ന് പറഞ്ഞ പ്ലെയർ കൊണ്ടുവന്നു. എനിക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ച് നേരം കളിച്ചു. ലെനി എവിടെ? റൗളിൻ എവിടെയുണ്ട്? ഇപ്പോൾ കളിക്കുന്നില്ല. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന സൈനിങ്സ് നമുക്ക് ഉപയോഗപ്രദമാവുന്നതുണ്ടോ? ഇല്ല. അവരെ വെറുതെ സൈൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്ലേയിങ് ലെവലിലേക്ക് വരാൻ പ്രാപ്തിയുള്ള നല്ല ക്വാളിറ്റി പ്ലെയേഴ്സിനെ സൈൻ ചെയ്യണം. ഇതൊക്കെ ഡിസിഷൻ എടുക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കാണ്. ഈ ഒരു ബ്ലണ്ടേഴ്സ് നടക്കാൻ തുടങ്ങിയത് ഈ ഒരു സീസണിലല്ല, പല സീസണുകളായിട്ട് ഇത് നടക്കുന്നുണ്ട്. നമുക്ക് ലെഗാട്ടോർ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ മിഡ് സീസണിൽ ജാനുവരിയിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ആ പ്ലെയറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു ഇവിടെ? ആ പ്ലെയറിനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വിടേണ്ട വന്നു. അപ്പോൾ ഈ ബ്ലണ്ടേഴ്സ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് സീസൺസായി, 1-2 സീസൺസ് അല്ല, ഒരുപാട് സീസൺസായി. നമ്മൾ ഇവാൻ്റെ സീസണിൽ ഫൈനലിൽ കയറിയ ആദ്യത്തെ സീസൺ, ആ സീസണിലെ കോർ ടീമിനെ പോലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരുപാട് സീസണുകൾ കാണിക്കുന്ന ഈ സ്പോർട്ടിംഗ് ബ്ലണ്ടേഴ്സ് ഇതെല്ലാം കൂടി കൂട്ടിയാണ് ലാസ്റ്റ് ഈ ബോയ്ക്കോട്ട് എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തിയത്. ഇതിനെന്നൊരു മാറ്റം വരുത്തുന്നു, അതാണ് നമ്മൾ വെക്കുന്ന ഒരു ഡിമാൻഡ് മുമ്പിലേക്ക്. ആക്ച്വലി എല്ലാ സീസണിലും നടന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ഓക്കെ, പുതിയൊരു സീസൺ വരുന്നു, ഈ ഒരു സീസണിൽ ഒരു പ്രതീക്ഷയോടെ കളിയാണ്, ടീം വിജയിക്കും. അങ്ങനെ നീണ്ട് അത് 11-12 വർഷം എത്തിയപ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയത്. ഇതിൽ ഒരു നമ്മുടെ ഇവാൻ്റെ 3 സീസൺസ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് വി ഹാഡ് സം ഇഞ്ചുറി ഇഷ്യൂസ്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ടൈമിൽ കണ്ടൊരു സംഭവമാണ്, ലൈക്ക് ഇഫ് വി സൈൻ എ പ്ലെയർ നമുക്ക് യൂസ് ഉണ്ടാവണം. നമ്മൾ ഒരു നെയിം സെക്കൻഡ് പ്ലെയർ സൈൻ ചെയ്യുന്നില്ല. ബട്ട് ഇന്നെന്താ സംഭവം? ഫ്രം ദാറ്റ് പൊസിഷൻ ഹൗ ഫാർ വി ഫെൽ ഓഫ്. അവിടുന്ന് കോച്ച് ഇവാനായിട്ട് പാർട്ട് വൈസ് ചെയ്യുമ്പോൾ വാട്ട് വി റിസീവ്ഡ് വാസ് ലൈക്ക്
ഇതൊരു നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പാണ്. ടോപ്പ് 6 നിന്ന് ടോപ്പ് 4ലേക്കാണ് പോകുന്നത്. അവിടുന്ന് ക്ലബ്ബ് പോയത് ബോട്ടം 4ലേക്കും ബോട്ടം 2ലേക്കും. സോ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ അതുവരെ പറഞ്ഞിരുന്നത് വി സൈൻ ഓൺലി പ്ലേയേഴ്സ് ഇഫ് യു വാണ്ട് ദം ടു കോൺട്രിബ്യൂട്ട് ടു ദ ടീം. അവരുടെ ടീമിലേക്ക് ഒരു വാല്യൂ അഡീഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇത് വാല്യൂ അഡീഷൻ പോലും നോക്കാതെ സിറ്റുവേഷൻ അൺസർട്ടനിറ്റി ആണ്. പക്ഷേ എല്ലാവർക്കും അൺസർട്ടനിറ്റി ഇല്ലേ, നമുക്ക് മാത്രമല്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കണേ, ഇപ്പം എല്ലാവർക്കും അൺസർട്ടനിറ്റി ഉണ്ട്, നമുക്ക് മാത്രമല്ല. പക്ഷെ നമ്മുടെ ക്ലബ്ബ് മാത്രമാണ് പ്ലേയേഴ്സിനോട് ഡയറക്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ വെച്ച്. കോച്ച്, നമ്മുടെ ഡേവിഡ് കട്ടാല എന്ന് പറയുന്ന കോച്ച് പറയുന്നുണ്ട്, ആ കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെ പോലും റിട്ടേൺ ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല. അത് നമ്മൾ കുറേ സീസണായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അവർ പോകണേ പൊക്കോട്ടെ, ഞങ്ങൾക്കത് മതി, കുഴപ്പമില്ല, ഞങ്ങൾ വേറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തോളാം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അതുപോലും ചേഞ്ച് ആവുന്നില്ല അവർക്ക്. അതിലാണ് ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ആവാണ്ട് നമ്മൾ എല്ലാ സീസണിലും ഇത് ചേഞ്ച് ആവും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ പോകുന്നു. അവരോട് സംസാരിക്കുന്നു, അവർ പിന്നെയും പ്രോമിസസ് തരുന്നു, സെയിം റിപ്പീറ്റ് ലൂപ്പിലാണ്. ഓരോ സീസൺ കഴിയുമ്പോൾ സെയിം ലൂപ്പ് ആദ്യം തൊട്ട് റിപ്പീറ്റാണ്. ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബോയ്ക്കോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സോ എന്തിനാണ് ഈ ഒരു ബോയ്ക്കോട്ട് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം എക്സാക്ട്ലി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് സ്പോർട്ടിംഗ് ഡിസിഷൻസ് നമ്മൾ പറഞ്ഞു, സ്പോർട്ടിംഗ് ഡയറക്റ്റ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക, അതിനെന്താ വേണ്ടതെന്നുള്ള നടപടികൾ ഇത് പറഞ്ഞു. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫാൻ എൻഗേജ്മെൻറ്റ്. ഫാൻസിനോട് എങ്ങനെയാണ് ഇവരുടെ മീഡിയ ടീം എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഫാൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫാൻസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രതികരിക്കുന്നത്. ബെസ്റ്റ് ആയിരുന്നു, ISL ബെസ്റ്റ് മീഡിയ ടീം ആയിരുന്നു നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ. ആ ഒരു അവസ്ഥയിൽ രാത്രി 12 മണിക്ക് പോലും ഇരുന്ന് സൈനിങ് വരുന്ന നോക്കിയിരിക്കുന്നുണ്ട് നമ്മൾ. സൈക്കോ അഡ്മിൻ ഒരു നിക്നെയിമുള്ള കാലം ഇപ്പൊ എത്ര ലെവലിലേക്കാണ് ഫോൾ ഡൗൺ ചെയ്യുക. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ആവട്ടെ, ഏതൊരു ആസ്പെക്ട് എടുത്ത് നോക്കട്ടെ, ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓൺ ദ ഫീൽഡ് ആൻഡ് ഓഫ് ദ ഫീൽഡ് എല്ലാ ആസ്പെക്റ്റിലും നമ്മളെക്കാൾ താഴെ ആരെങ്കിലും കാണുമായിരിക്കും. പക്ഷേ മുകളിൽ നിന്ന് ഈ താഴേക്ക് ഇത്രയും ലെവൽ ഹിറ്റ് ചെയ്ത ഒരു ക്ലബ്ബ് നമ്മളെ ഉള്ളൂ, എല്ലാ ആസ്പെക്റ്റിലും. അതാണ് മെയിൻ ഇഷ്യൂ. സോഷ്യൽ മീഡിയ എല്ലാ ആക്ടിവിറ്റീസും. ബിക്കോസ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ISL-നേക്കാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലാണ്. ഫോളോവേഴ്സ് കൗണ്ട് അവിടെ നിൽക്കട്ടെ, അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ആക്ടിവിറ്റി എൻഗേജ്മെന്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലായിടത്തും റീച്ച് ഔട്ട് ആവുകയാണ്. ഞാനൊരിക്കലും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയില്ല, ബെസ്റ്റ് എന്താ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ഞാൻ പറയുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ്. കാരണം ആ കണ്ടന്റ് ക്വാളിറ്റി ആണെങ്കിലും ഫാൻസിനോടുള്ള ഒരു എൻഗേജ്മെന്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേ ആർ ദ ബെസ്റ്റ്. ബട്ട് എന്തൊക്കെ എവിടെയൊക്കെയോ സംഭവിച്ചു പോയി. ഇപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫാനിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇന്ത്യൻ ഫുട്ബോൾ കൊച്ചിയിലേക്ക് വന്നിട്ടൊരു മാച്ച് ഡേ പോസ്റ്റ് ഇട്ടില്ല. ആ ഫുൾ ടൈം ഇട്ടത് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം വന്നിട്ട് വളരെ ചുരുക്കം കണ്ടൻസ് ഉണ്ടായുള്ളൂ. പക്ഷേ അതെല്ലാം ബേസ്ഡ് ഓൺ ദെയർ ട്രെയിനിങ് ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈവൻ ഇന്ത്യൻ ടീം ജയിച്ചതിൻ്റെ അന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂർ FC എന്ന് പറയുന്ന ടീം പോലും ഒരുപാട് പോസ്റ്റുകൾ ഇട്ടു. ഇത് നമ്മുടെ സ്വന്തം നമ്മളെ മഞ്ഞപ്പട ഗാലറി ഫോക്കസ് നമ്മുടെ ടീം, നമ്മുടെ ക്ലബ്, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. കാരണം നമ്മൾ ഇവിടെ ബാൻഡർ ചെയ്ത് നമ്മൾ ആട്ടിപ്പായച്ച പ്ലേയേഴ്സാണ് ആ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇവിടെ വന്ന് കളിച്ചപ്പോൾ നമ്മുടെ ഗാലറി അവർക്ക് വേണ്ടി ആർപ്പ് വിളിച്ച് അവരുടെ കൂടെ നിന്നിട്ട് ഈ ഒരു ക്വാളിഫയേഴ്സിൽ ഇന്ത്യ ജയിച്ച ആദ്യത്തെ കളിയാണ്. 2-1 ഹോങ്കോങ്ങിനെ തോപ്പിച്ച് AFC ക്വാളിഫയേഴ്സിൽ ഇന്ത്യ ജയിച്ച ആദ്യത്തെ കളിയാണിത്. അത്ര നന്നായിട്ട് കളിച്ചിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ക്ലബ്ബ് നമ്മുടെ ഹോം ഗ്രൗണ്ടിലേക്ക് നടന്ന മാച്ചിന് എത്ര പോസ്റ്റുകൾ പോട്ടെ എത്ര കണ്ടന്റുകൾ ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു മീഡിയ ഇതുണ്ടായിട്ട് അതുപോലും മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലും യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ആ ഫാൻസിലേക്ക് അവർക്ക് ആ മീഡിയ ഉപയോഗിച്ച് ചെല്ലാൻ അവർക്ക് പറ്റുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ നേരത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഓണം, വിഷു, റംസാൻ, വാട്ടവർ, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ക്ലബ്ബ് ഇടുന്ന ഒരു പോസ്റ്റർ ഉണ്ടാവല്ലോ, ഹാപ്പി വിഷു, അതെടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ബട്ട് ഇപ്പോൾ റംസാൻ്റെ പോസ്റ്റ് അന്ന് രാത്രി 7 മണിക്കാണ് വരുന്നത്. ഇന്ത്യൻ 2020 ടീം വേൾഡ് കപ്പ് പഠിച്ചു, T20 വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് പഠിച്ചു, പിറ്റേ ദിവസം വൈകിട്ടാണ് പോസ്റ്റ് വരുന്നത്. ഐ മീൻ ലോകം മൊത്തം അപ്ഡേറ്റഡ് ആയിട്ട് ആ സ്പോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ അത്ര അപ്ഡേറ്റ് ആയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമുക്ക് വേറെ പോസ്റ്റോ അല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ വേറെ കണ്ടന്റോ ഇല്ലായിട്ടല്ല, നമ്മളെ ക്ലബിൻ്റെത് വരുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഫീലിംഗ് ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ആൾക്കാർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഒരു കാലത്തെല്ലാം ഷെഡ്യൂൾഡ് ആയിട്ട് ടൈം ടു ടൈം എല്ലാം പ്രോപ്പർ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എന്താ നമ്മൾ ട്വിറ്റർ നോക്കുകയാണെങ്കിൽ പണ്ട് തിങ്കിങ് ടേഴ്സ് എന്നൊരു ഇവന്റ് ഉണ്ടായിരുന്നു ഓഫ് സീസണിൽ. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഓരോ വീക്കിൽ ഒരു വാൾപേപ്പർ, വെനസ്ഡേ പുറത്ത് ഓരോ കണ്ടന്റ് പോകുന്നുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ മോശമാണ്, കണ്ടന്റ് കുറവായിരിക്കും, പക്ഷേ ഉള്ള കണ്ടന്റ് പ്രോംപ്റ്റ് ആയിട്ട് ടൈമിൽ അങ്ങ് പൊക്കൂടെ. ഇത് ഇന്നുള്ള ഇവന്റിന് നാളെ രാത്രി പോസ്റ്റ് ഇട്ടുള്ള കാര്യമുണ്ട്. ഐ മീൻ അത്രയും ഫെൽ ഓഫ് ആയി നമ്മുടെ സോഷ്യൽ മീഡിയ ടീം. ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ലൈം ലൈറ്റിൽ, കേരളത്തിലുള്ള വൺ ഓഫ് ദി ലൈം ലൈറ്റിൽ നിൽക്കുന്ന അക്കൗണ്ടാണ്. പല സെലിബ്രിറ്റീസിനെക്കാൾ റീച്ച് കിട്ടുന്ന അക്കൗണ്ടൊക്കെ ആയിരിക്കും. ആ ഒരു അക്കൗണ്ടിന് ഇങ്ങനെ സംഭവിക്കുന്ന പറയുമ്പോൾ അതുമാത്രമല്ല, അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ബോയ്ക്കോട്ട് അനൗൺസ് ചെയ്തതിന് കുറച്ച് നാൾക്ക് ശേഷം വരുന്ന കണ്ടന്റ്സ് എല്ലാം കറക്റ്റ്ലി ടാർഗറ്റിംഗ് ആണ്. ഒരു ഈഗോ വെച്ചിട്ടുള്ള ടൈപ്പ് കണ്ടന്റ്സ് വരുന്നുണ്ട്, ക്യാപ്ഷൻസ്, ചില സമയത്തുള്ള ക്യാപ്ഷൻസ് കാര്യങ്ങളൊക്കെ. ഫാൻസിനോട് എന്തിനാണ് ഇവർക്ക് ഇത്ര ഈഗോ? ഫാൻസ്
നമ്മുടെ ക്ലബ്ബ് നന്നായി കാണാനാണ് ഈ സൗണ്ട് റൈസ് ചെയ്യുന്നത്. ആ സൗണ്ടിനോട് ചോദ്യം ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടിനോട് എന്തിനാണ് ഇത്ര ഈഗോ കാണിക്കുന്നത് ഇവർ? അതും ഒരു കൈൻഡ് ഓഫ് ഡിവൈഡിങ് ഫാൻസാണ്. അതായത് ഓർഗനൈസേഷൻ ഫാൻ ഗ്രൂപ്പ് സംഘടനകളെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാൻസിനെ ഡിവൈഡ് ചെയ്യുക. ആ ഒരു അപ്രോച്ച് എന്തിനാണ് ഇവർ എസ് എമ്മിലൂടെ നടത്തുന്നത്? അതൊക്കെയാണ് ഈ പറയുന്ന ഫാൻസിനോടുള്ള ഒരു വിഡ്രോവൽ എസ് എം മീഡിയയിലേക്ക് നടത്തുന്നത്. ഓൾറെഡി വർഷങ്ങളായിട്ടുള്ള അക്യൂമുലേറ്റഡ് ഫ്രസ്ട്രേഷൻ ആണ് ഈ പ്രൊട്ടസ്റ്റിലെ അതിനുശേഷമുള്ള ബോയ്ക്കോട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനെ വീണ്ടും ചൊടിപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പോസ്റ്റുകൾ. ബിക്കോസ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് സീസൺ ടിക്കറ്റ് ഹോൾഡറാണ്, ഇൻക്ലൂഡിംഗ് ദിസ് ഇയർ. സോ ഞാൻ നേരത്തെ തന്നെ ഈ പ്രാവശ്യം സീസൺ ടിക്കറ്റ് എടുക്കാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചു വൈ ഡു ടേക്ക് ദി സീസൺ ടിക്കറ്റ് എന്ന്. കാരണം ഞാൻ പറഞ്ഞൊരു സിമ്പിൾ റീസൺ വാസ് ദാറ്റ് ക്ലബ് അൺസർട്ടനിറ്റി ആണ്, ഇന്ത്യൻ ഫുട്ബോൾ അൺസർട്ടനിറ്റി ആണ്. ഈ സമയത്ത് കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു. അത് ഞാൻ ചെയ്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് റീസെൻ്റ്ലി പാനിക്കായി അൺസർട്ടനിറ്റി അല്ലെങ്കിൽ സർവൈവൽ ഡയലോഗ്സും നിർത്തിയിട്ട് നേരെ വന്ന് പെട്ടെന്ന് കോച്ചിനെ മറന്നു, സയൻസ് ആയിരുന്നു. വൈറൽ ദിസ് ഹാപ്പൻ അറ്റ് ദ ഏർലിയർ സീസൺ സ്റ്റാർട്ടിങ്ങിൽ എന്തുകൊണ്ടും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടൻസ് ആവട്ടെ, കാര്യങ്ങളാവട്ടെ. ഇപ്പം നമ്മൾ നേരത്തെ കിരൺ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഈ ക്ലബ്ബ് നശിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കാര്യം മോശമാകാൻ വേണ്ടി ചെയ്യുന്നൊരു ബോയ്ക്കോട്ട് അല്ല ഇത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവറിത്തിങ് വിൽ പോയിന്റ് ടു ദ ബാറ്റ്സ്. ആ ക്ലബ്ബ് ബെറ്റർ ആവണം. ഇപ്പോൾ KBC സ്റ്റാർ എന്ന പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു. പലരും പല സ്ഥലങ്ങളും പറഞ്ഞു കണ്ടൊരു കമൻറ്റാണ്, KBC സ്റ്റാർ എന്ന് കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഫാൻസ് നക്ഷത്രം എന്ന അവസ്ഥയാണ് ഇപ്പോൾ കളി കാണപ്പെടുന്നത്. ഐ മീൻ പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും കണ്ട കമൻറ്റാണ് ഇതൊക്കെ. കാരണം അത്രയും ലെവലിലേക്ക് താഴ്ന്നു പോയി. സോ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കാണേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ സീസൺ ടിക്കറ്റ് ഹോൾഡർ ആവട്ടെ, നോർമൽ ഫാൻ ആവട്ടെ, അവിടെ സ്റ്റേഡിയത്തിൽ ടേൺ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ദെയർ ഫോർ ലൈക്ക് ദെയർ ക്ലബ്. അവർ കാണുമ്പോൾ നമ്മുടെ ക്ലബിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല അല്ലെങ്കിൽ ക്ലബ്ബ് ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കാൻ തോന്നുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വിഡ്രോവൽ ഉണ്ടാവും. പിന്നെ ഈ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഫാൻ ബേസിൽ ലൈക്ക് ഒരു ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ് ഫുട്ബോൾ കൾച്ചറുള്ള രാജ്യമൊന്നും അല്ല. അപ്പോൾ അവിടെ എന്തായാലും മാച്ച് ഡേ മാത്രം അവെയർ ആയിട്ട് മാച്ച് കാണാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അവർ പെട്ടെന്ന് ഡിസ്കണക്റ്റഡ് ആവും. ബട്ട് ഇമോഷണൽ കണക്ഷൻ ഉള്ള ഡേ ഇൻ ഡേ ഔട്ട് എല്ലാ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്ന ഫാൻസ് അവരുടെ ഇമോഷൻസ് കട്ടായി അവരുടെ ഇമോഷണൽ കണക്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു വലിയൊരു പ്രശ്നമാണ് ഉറപ്പായിട്ട്. കാരണം നമ്മുടെ സിനിമ കാണുമ്പോൾ അറിയാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മുടെ ഇവൻ മന്നപ്പടയുടെ ഗ്രൂപ്പുകളിൽ നോക്കിയാൽ മതി. ഒരു മാച്ച് ഡേയുടെ അന്ന് ഒരു മാച്ച് ഡേ ഫുൾ ടൈം പോസ്റ്റ് ഇടുമ്പോഴാണ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുന്നത് ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു. മറ്റേത് മാച്ച് ഡേയുടെ അന്ന് രാവിലെ മുതൽ മെസ്സേജുകൾ തുടങ്ങും. ഇന്ന് മാച്ച് ആണല്ലോ, എന്താണ് ടീം, എങ്ങനെയാണെന്നുള്ളത്. ഒരു മാച്ച് ഡേ കഴിഞ്ഞിട്ട് നമ്മുടെ കല്ലൂരിലെ സ്റ്റേഡിയം നമ്മൾ മാച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രി വീട്ടിൽ ഒരു 12 മണിയാകും വീട്ടിലെത്തുമ്പോൾ. വീട്ടിൽ എത്തിയിട്ട് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ മിനിമം ഒരു 500 മെസ്സേജ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ഗ്രൂപ്പുകളാണ്. നേരെ മറിച്ച് ഇപ്പോൾ മാച്ച് കഴിഞ്ഞ് ഫുൾ ഡേ പോസ്റ്റ് ഇടുമ്പോഴാണ് മെസ്സേജസ് വരുന്നത്. ആ ഒരു പരിതാപകര അവസ്ഥയിലേക്ക് പോയി. ഇനി പോട്ടെ, മെസ്സേജസ് പോട്ടെ, നമ്മുടെ ഓൺലൈൻ പോട്ടെ, ഓഫ്ലൈൻ എടുക്കുക. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം പ്രിമൈസസിൽ പോകും. നമ്മുടെ സീസൺ ഓപ്പണറിൻ്റെ അന്ന് എന്ത് തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് മാച്ച് ഉണ്ടോ എന്നുള്ളത്. കാരണം അവിടെ ചെല്ലുമ്പോൾ ലിറ്ററലി ഒന്നും കാണാനില്ല, ആൾക്കാരില്ല, ഒന്നുമില്ല, ക്രൗഡ് കുറവാണ്. അതെ, നമ്മൾ കണ്ടിരുന്ന സ്ഥലം, ആൾ തിങ്ങി നടന്ന സ്ഥലം ഇപ്പൊ ആരും ഇല്ലാതെ കാണുമ്പോഴത്തേക്കും പണ്ടൊക്കെ സ്റ്റേഡിയത്തിൽ കയറി റേഞ്ച് പോലും കിട്ടില്ല, ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും പോകത്തില്ല. ഇപ്പൊ ഫുൾ റേഞ്ചിലാണ്. ഞാൻ നോക്കുമ്പോൾ ചില മാച്ചുകളിലൊക്കെ അവിടെ സീസൺ ടിക്കറ്റ് മാച്ചിന് കയറണ്ടായി. നോക്കുമ്പോൾ CSK മാച്ച് കാണുന്നുണ്ട് ആൾക്കാർ. സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞിട്ട് ഐ മീൻ അവർ ഡിസ്ട്രാക്ട് ആണ്. സ്റ്റേഡിയത്തിനകത്തിരുന്ന് കൺമുമ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചാണ്, അവിടെ പോലും ഡിസ്ട്രാക്ട് ആയിരിക്കും ആൾക്കാർ ഫോൺ എടുക്കുന്നത്. മന്നപ്പട സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ 90 മിനിറ്റ്സും എഴുന്നേറ്റ് നിന്ന് ടീമിന് വേണ്ടി ചാൻഡ് ചെയ്ത് ബാൻഡർ ചെയ്ത് നിൽക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് CSK മാച്ച് കാണുന്നത്. നമ്മളും ക്രിക്കറ്റ് ഹാർഡ്കോർ ഫാൻസ് ഒക്കെ ഇല്ലെന്നല്ല, പക്ഷെ നമ്മൾ ഒരു വേറെ ഇവന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിലെ ഫോക്കസ് ഉണ്ടാവുള്ളൂ. അത് ഡിസ്ട്രാക്ടഡ് ആയി പോകും. ഇപ്പൊ സിനിമ കാണാൻ പോകുന്നു, അവിടെ ഫോൺ എടുക്കണം. മാച്ച് നമ്മൾ ഏത് രീതിയിലാണ് കാണാൻ, അതെ, എന്തുകൊണ്ടായിരിക്കും ഡിസ്ട്രാക്ട് ആയി പോകുന്നത്? അവിടെ നടക്കുന്ന കാര്യം കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരെ അവർക്ക് ആ കണക്ട് കിട്ടണല്ലോ. നമ്മൾ വന്നു അവിടെ ഇരിക്കുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും എൻഗേജ് ആകുന്നു. ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോൾ പോലും നമ്മൾ പലരും ഫോൺ എടുക്കും. എന്തുകൊണ്ട്? എൻഗേജിങ് അല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ പോകുമ്പോഴത്തേക്കാണ് പോകുന്നത്. ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും ക്ലബിന്റെ ഐഡന്റിറ്റി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു മൂല്യം അവിടെ സോള് പോയിക്കൊണ്ടിരിക്കും തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇമോഷണൽ കണക്ഷൻ പോകും. അത് പോയാൽ തിരിച്ചു കിട്ടത്തില്ല. ഫുട്ബോളിനെ സംബന്ധിച്ച് ആ ഫാൻസുമായിട്ടുള്ള ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പം ഞാൻ നേരത്തെ SM മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ SM മീഡിയ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്ന സാധനം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ SM മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വന്ന പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ മെറിറ്റ് ബേസിസിലാണ് ഇവർ വന്നിരിക്കുന്നത്. അതും കൂടി ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ വന്നു, ഫസ്റ്റ് ആൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും വരേണ്ടത്. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആക്ച്വലി ഇത് വർക്ക് ആകുവാണെങ്കിൽ
നമ്മളെപ്പോഴും പറയും ലൈക്ക് ഒരാൾക്ക് പരിചയമുള്ള അല്ല അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അത് ബെറ്റർ ആവുന്നു. ബെറ്റർ അത് കാണുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം അതെ, അതെ. see ഒരു കോച്ച് വരുമ്പോൾ ആളുടെ കോച്ചിങ് സ്റ്റാഫ് Coaching staff ആയിരിക്കും അത് ഒരുമിച്ച് കണക്ട് ആകുമ്പോൾ ബെറ്റർ ആവും. ബട്ട് ഇവിടെ നേരെ റിവേഴ്സ് ആണ്. റിവേഴ്സാണ് വരുന്നത്. ഒരുമിച്ച് എല്ലാവരും വന്നിട്ട് ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് ഓക്കെ അറിയുന്ന ആൾക്കാരാണ്, പരിചിതരാണ്, അറിയുന്നവരാണ്, റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരായിരിക്കാം, അത് ബെറ്റർ ആവുമെന്ന് നോക്കും. ബട്ട് അത് നേരെ താഴോട്ടാ പോകുന്നത്. റിവേഴ്സ് സംഭവിച്ചത്. അല്ല നമ്മൾ മുൻവിധിയോ ഒന്നും കാണാൻ പോകുന്നില്ല. ഇല്ല, ഇത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നമ്മുടെ ആരും തന്നെ ഇതുപോലെ അപ്പോയിൻമെന്റ്സ് വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, കംപ്ലൈൻസ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തോളൂ, നമ്മളെല്ലാം വെൽക്കം ചെയ്തോളൂ. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ക്ലബിനെ നശിപ്പിക്കുന്നതാവുന്നത്? ക്ലബ്ബ് നശിക്കാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. ആസ് ഫാൻസ് നമുക്ക് പോയി സയൻസ് നടത്തണം, നമുക്ക് പോയി ക്ലബിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് നമ്മൾ ഔട്ട്സൈഡർ ആണ്. നമ്മൾ ക്ലബിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പം നമുക്ക് നമ്മൾ സ്റ്റേഡിയം ഫില്ല് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് പറയാൻ പറ്റില്ല പോയി നിങ്ങൾ പോയിട്ട് ഇന്ന പ്ലെയറിനെ സൈൻ ചെയ്യും അല്ലെങ്കിൽ ഇന്ന പ്ലെയർ അവൈലബിൾ ആണ്. നമുക്ക് പറയാം, ശരിയാണ്, കറക്റ്റാണ്. നമുക്കിപ്പോൾ SD-നോട് നമ്മൾ പറഞ്ഞാൽ സംസാരിച്ചാലും പറയും സ്പോർട്ടിംഗ് ഡിസിഷനിൽ അവർക്കൊരു ഇതുണ്ട്. ശരിയാണ്, നമുക്ക് സ്പോർട്ടിംഗ് ഡിസിഷനിൽ നമുക്ക് സജഷൻസ് പറയാൻ പറ്റില്ല. ആ സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ വരുന്ന പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് അത് ബെറ്റർ ആക്കാനാണ് നമ്മൾ പറയുന്നത്. അത് അവർ തിരിച്ചറിയണം. അല്ല അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവകാശം നമുക്ക് നിലവിലുണ്ട്. ഏറ്റവും ബേസിക് ഇപ്പം ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഫുട്ബോൾ ചെറുപ്പം മുതലേ കാണുന്നുണ്ടല്ലാണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കും എല്ലാം പോകുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ ഒരുപാട് ഫാൻസും അങ്ങനെയാണ്. ഈ ഫുട്ബോൾ കാണുന്ന നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇൻസൈഡുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ള ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. അവർ മനസ്സിലാക്കിയിട്ട് കണ്ണടച്ച് കളയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓണർ എത്രത്തോളം നമ്മുടെ ടീമിലേക്ക് ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ട് എന്നുള്ളത് ഇൻവോൾവ് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം ആകെ ഞാൻ ഈ സീസണിൽ ഓണറിനെ കണ്ടേക്കുന്നത് നമ്മുടെ ആ GCD ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായ ആ സമയത്താണ്. ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി സമയത്തൊന്നും പല ടീമുകളുടെ നമ്മൾ ഓണേഴ്സിനെ നോക്കിയാൽ മതി, ദേ ആർ പ്രസന്റ് ഇൻ ദ സ്റ്റേഡിയം. കളികൾ കാണാൻ പോലും ടീമിൻ്റെ ഒപ്പം ആ ഒരു ഓണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലേ താഴേക്ക് വരുള്ളൂ. ഓണർ പ്രസന്റ് ആയിരിക്കും. ഇപ്പോൾ നിഖിലിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നിഖിലും എനിക്ക് തോന്നുന്നു 5-6 years ക്ലബിൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്ത് ഇതെന്നാണ്. പക്ഷേ ഇപ്പോൾ ആളുടെ ചിലപ്പോൾ പേഴ്സണൽ റീസൺസ് എന്തും ആയിക്കോട്ടെ, ആ ഒരു ടൈം കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്, ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂസ് ഇവിടെ നടന്നിട്ട് ഇതുവരെയായിട്ടും ഒന്നും അഡ്രസ്സ് ചെയ്യില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് വിസിബിളി നമ്മൾ കാണുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത്. അപ്പോൾ വൈ ബോയ്ക്കോട്ട് എന്നുള്ളതിന് റീസൺ നമ്മൾ ഇതൊക്കെ തന്നെയാണ്, വർഷങ്ങളായിട്ടുള്ളൊരു ഇത്. ഇനി ബോയ്ക്കോട്ട് എത്ര നാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചേഞ്ചസ്, ഒരു സ്പോർട്ടിംഗ് ഡിസിഷനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാക്കുക, ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി വരുത്തുക, നമ്മുടെ മീഡിയ ഫാൻസ് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളിലുള്ള ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ ഓണറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഈ കാര്യങ്ങളിലൊരു ചേഞ്ചസ് നമുക്ക് വിസിബിളി കാണണം. അതാണ് നമുക്ക്. അപ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കും അടുത്ത സീസൺ എന്താണ് പ്രിപ്പറേഷൻസ്, അടുത്ത സീസൺ ISL ഉണ്ടോ എന്നുള്ളത്. നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ ISL നടക്കുക തന്നെ ചെയ്യും. ഒരു രീതിയിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ടെൻഡർ പോലും ഇല്ലാത്ത സീസണിൽ ഒരു ചെറിയൊരു ഫാൻ കോഡ് ടെൻഡർ എടുത്തിട്ട് ഈ സീസൺ നടന്നു. അവിടെ നിന്നിട്ട് 2 ബിഗ് ഓഫേഴ്സാണ് ഇപ്പോൾ അടുത്ത ISL നടക്കാനായിട്ട് വന്നിരിക്കുന്നത്, ജീനിയസ് സ്പോർട്സും ഫാൻ കോഡുമായിട്ട്. ഓൾറെഡി ടോക്സ് ഡീൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത സീസണിലേക്കുള്ള പ്രിപ്പറേഷൻസ് AFF നടത്തുന്നുണ്ട്. അത് ഫൈനലൈസ് ആവാനുള്ള ഡിലേ ഉണ്ടാവും. അപ്പോൾ ക്ലബ്സ് അടുത്ത സീസൺ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു ട്രങ്കേറ്റഡ് ലീഗ് ആണെങ്കിൽ നടക്കും. ഇത് നടക്കും. ബ്ലൈൻഡ് ആയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ സീസണിൽ അതുപോലെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലബ്ബ് നമ്മൾ പറയുന്നതാണ് അൺസർട്ടനിറ്റി, ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്, അതുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ISL ഏറ്റവും മിനിമൽ ലോസ് ഉള്ള വൺ ഓഫ് ദ ക്ലബ്ബാണ് നമ്മുടെ. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും മിനിമൽ ലോസ് ഉള്ള വൺ ഓഫ് ദ ക്ലബ്ബാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ആ ടീമിന് ഈ ബാക്കി 13 ടീമുകൾക്കും ഒരുപോലെ തന്നെയല്ല ഈ അൺസർട്ടനിറ്റി അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അബിക്ക് CEO പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം, MBSGയുടെ ലെവൽ വിടാം. ബാക്കിയുള്ള ടീംസ് വി ആർ കോമ്പീറ്റിംഗ് വിത്ത് മുംബൈ സിറ്റി FC ആൻഡ് FC ഗോവ, ആ റേഞ്ചാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയോ അവരെവിടെയാണ് നമ്മളെവിടെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മുംബൈ സിറ്റിയുടെ സിറ്റി ഗ്രൂപ്പ് ഈ വർഷം ഒഴിഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ടീമാണ് സിറ്റി ഗ്രൂപ്പ് എന്ന്. മാഞ്ചസ്റ്റർ സിറ്റി മുതൽ മെൽബൺ സിറ്റി മുതൽ ലോകത്തെ ക്ലബ്ബ് ഉള്ള ഒരു ബിഗ് ജയന്റ് ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് ബാക്ക് ഔട്ട് ചെയ്തത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വന്നേക്കുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇല്ലെന്ന് പറയുന്നില്ല, ഇഷ്യൂസ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ 14 ക്ലബ്ബുള്ള ഇതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നത് നമ്മുടെ ക്ലബിനെയാണ്.
അതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ 2-3 ഇയേഴ്സ് ബാക്ക് ഇവാൻ്റെ സെക്കൻഡ് സീസണിൽ നമുക്ക് കല്ലൂരിലൊരു Q&A സെക്ഷൻ ഉണ്ടായിരുന്നു. Q&A സെക്ഷനിൽ കരോളിസും നിഖിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നിഖിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ക്ലബിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പ്ലേ ഓഫിൽ വരുന്ന ഒരു ടീമാക്കാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവാൻ്റെ തേർഡ് സീസൺ കഴിഞ്ഞ് ഇവാനെ സാക്ക് ചെയ്തു. ഫ്രീക്വൻ്റ് ആയിട്ട് ആകെ പ്ലേ ഓഫിൽ നമ്മുടെ ടീമിനെ എത്തിച്ച ഒരേ ഒരു കോച്ചേ ഉള്ളൂ ഇവാൻ. 3 സീസൺ ആ ഒരു ഇവാൻ പോയി അടുത്ത സീസൺ പോലും നമ്മൾ പ്ലേ ഓഫിന്റെ പടിവാതിക്കൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ബോട്ടം ടേബിൾ ഉള്ളൂ. ബോട്ടം ടേബിൾ ആവുന്നു, കോച്ചിനെ സാക്ക് ചെയ്യുന്നു. ഈവാൻ കോച്ച് പോകുന്ന സമയത്ത് ആ ടൈമിൽ സീസൺ ടിക്കറ്റ് ഓൺലൈൻ Q&A ഉണ്ടായി. അന്ന് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ക്ലബ് എന്ന്. നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് എന്താണ് ക്ലബ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് ലൈക്ക് അതിൻ്റെ ആൻസർ ആയിരുന്നു. അത് ട്വീറ്റ് ചെയ്തിരുന്നു ആഫ്റ്റർ ദാറ്റ് സെഷൻ. കാരണം ഒരു ട്രാൻസ്പെറൻസി എന്ന രീതിയിൽ ട്വീറ്റ് ചെയ്തിരുന്നു നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് എന്താണെന്ന്. ബിക്കോസ് കൺസിസ്റ്റൻ്റ്ലി ടോപ്പ് 6 ഉണ്ടായിരുന്ന ടീം അതിന് അടുത്ത ലെവലിലേക്ക് പോകാൻ ഒരാൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ആളെ കൊണ്ടുവരിക. ദാറ്റ് വാസ് ദെയർ ഡയലോഗ്. ഐ മീൻ അവരുടെ ഒബ്ജക്റ്റീവ് തന്നെയാണ്, ഇല്ലെന്നല്ല. ബട്ട് ആ ടോപ്പ് 6 ടോപ്പ് 4ലേക്ക് പോകുന്നവർ നേരത്തെ പറഞ്ഞ ബോട്ടം 4ലേക്കാണ് പിന്നെ പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് ഒരു ഫെൽ ഓഫ് ഉണ്ടാകുന്നത്. നമ്മൾ ക്ലബിൻ്റെ മെൻറ്റാലിറ്റി കുറിച്ച് പറയുന്നു. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമായിരിക്കാം. ക്ലബിൻ്റെ മെൻറ്റാലിറ്റി പറയുമ്പോൾ ഇവാൻ്റെ തേർഡ് സീസൺ ക്ലബ്ബ് ടേബിൾ ടോപ്പാണ്, 12 ഗെയിംസ് 26 പോയിന്റ്സ് ഉണ്ട്. സൂപ്പർ കപ്പ് വരുന്നു. അപ്പോൾ ആ ടൈമിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് അഡ്രിയാനുള്ള സീസൺ ഔട്ടാണെന്ന് അറിയുന്നത്. പകരം റിപ്ലേസ്മെൻ്റ് ആയിട്ട് പ്ലെയർ ഫെഡോർ ഷെർണി വരുന്നത് ജാൻ ലാസ്റ്റ് വീക്കാണ്. സോ അത്രയും ടൈം എടുത്തു. ആൾ അഡാപ്റ്റ് വന്നപ്പോൾ സീസൺ തീരുകയും ചെയ്തു. ആൻഡ് അതേസമയം കോമ പെപ്ര ഇഞ്ചുറായി ആൾ സീസൺ ഔട്ടാകുന്നത് സൂപ്പർ കപ്പിനിടയ്ക്കാണ് സീസൺ ഔട്ടാകുന്നത്. അപ്പോഴും ISL ബാക്കിയുണ്ട് 10-12 ഗെയിംസ്. അവിടെ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നവരാണ്. ജസ്റ്റ് നമ്മൾ ISL ലെവലില്ല, അതുകൊണ്ട് ലോണിലേക്ക് ILലേക്ക് വിടാന്ന് പറഞ്ഞ പ്ലെയറിനെ റീകോൾ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. സോ ടേബിൾ ടോപ്പ് നിൽക്കുന്ന ഒരു ടീം ഏത് ടീമാണെങ്കിലും കപ്പ് അടിക്കാൻ നോക്കത്തുള്ളൂ. 10-12 ഗെയിം പിടിച്ച് നിൽക്കാനായിട്ട് അവിടെ നമ്മൾ കാണിച്ചൊരു മൈൻഡ് സെറ്റ്, നമ്മുടെ അപ്രോച്ച് ഒരു റിയാക്റ്റീവ് അപ്രോച്ച്, പ്രൊവാക്റ്റീവ് അല്ല ഒരിക്കലും. അവർ ക്ലബ് ഈസ് ഓൾവേസ് റിയാക്റ്റീവ്. സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊവാക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്നില്ല. ആ ഒരു പ്രശ്നം ഏറ്റവും മോശം അവിടെയാണ്. ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ശേഷം ക്ലബ് എപ്പോഴെങ്കിലും നേരെ നിന്നിട്ടുണ്ടോ? നടുപൊടിഞ്ഞാൽ വീഴുന്ന അവസ്ഥ ക്ലബിനുണ്ടായത്. അവിടെ നിന്ന് പിന്നെ ഉയർത്തെഴുന്നിട്ടില്ല, മുകളിലേക്ക് ഒന്നും പൊങ്ങി പോയിട്ടില്ല. എപ്പോഴും താഴെ തന്നെ കിടക്കുകയാണ് നമ്മൾ. പിന്നെ ബോട്ടം 4 നിന്ന് ബോട്ടം 2ലേക്ക് പോകുമ്പോൾ തിരിച്ച് നേരെ ഒരു ടോപ്പ് 10ലേക്ക് ടോപ്പ് 8ലേക്ക് വരുന്നു, വീണ്ടും താഴെ പോകുന്നു. ആ ഒരു ഇത് കിടക്കുവാണ് നമ്മൾ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് എവറി സിംഗിൾ സീസൺ ടൈറ്റിൽ അടിക്കാന്നുള്ളത്. ഇപ്പം കാരോൾസ് ഈ Q&A സെഷൻ ഇവൻ സെക്കൻഡ് സീസൺ കഴിഞ്ഞപ്പോൾ Q&A സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ക്ലിയർലി ഓർക്കുന്നുണ്ട്. ബിക്കോസ് വാട്ട് ദേ സെഡ് വാസ് ഒരു ടീമിനും എല്ലാ വർഷം കപ്പടിക്കാൻ പറ്റില്ല. അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു കൺസിസ്റ്റൻ്റ്ലി ഗെറ്റ് ഇൻ ടു പ്ലേ ഓഫ്സ്. അടിക്കാൻ പറ്റുന്ന സീസൺ കപ്പടിക്കുക, ഓക്കെ അത് മതി, അതാണ് നമുക്ക് വേണ്ടത്. ബട്ട് അവിടെ നിന്നിരുന്നത് നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വീഴുമ്പോഴത്തേക്കും അത് എന്തായാലും ഉണ്ടാവും. ബിക്കോസ് ആ ഒരു 3 സീസൺസ് ഒഴിച്ച് നിർത്തിയാൽ വി നെവർ ഹാഡ് എനിത്തിങ് ക്വാളിറ്റി. ലൈക്ക് 2 വർഷം ഫൈനൽ കയറി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ISL ഇനീഷ്യൽ ഇയേഴ്സ് ആണത്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വി ഹാഡ് നത്തിങ്. സോ അത്രയും വർഷമാണ് ഫ്രസ്ട്രേഷനും വിഷമങ്ങളും ദേഷ്യങ്ങളും എല്ലാം മാറി. കോവിഡ് സമയത്ത് പോലും വി കെയിം ബാക്ക്. ഒരു 3 സീസൺ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായി. അവിടുന്ന് വീണ്ടും ആ സെയിം ഉണ്ടായിരുന്നേക്കാൾ താഴോട്ട് പോവുകയാണ്, പണ്ടുണ്ടായിരുന്ന താഴോട്ട് പോവുകയാണ്. അപ്പം ഫ്രസ്ട്രേഷൻ വീണ്ടും കൂടി വരാം ഫാൻസിനെ. അതിനിടയ്ക്ക് ഫാൻസിനെ ചൊടിപ്പിക്കുന്ന ഡയലോഗ്സും അവരെ എന്താ ഒരുമാതിരി ആളെ കളിയാക്കുന്ന ഡയലോഗ്സും കണ്ടൻസും ക്യാപ്ഷൻസും വന്നിട്ട് വെറുതെ ലൈക്ക് ക്ലബിന് നല്ലത് ആഗ്രഹിച്ച് കൺസ്ട്രക്റ്റഡ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരെ അല്ല കൺസ്റ്റൻ്റ്ലി നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴത്തേക്കും കുറ്റം പറയാൻ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് ഹേറ്റഡ് അല്ലെങ്കിൽ ബുള്ളിങ് ആണെങ്കിൽ പിടിച്ച് ബ്ലോക്ക് ചെയ്തോട്ടെ. ഐ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ദാറ്റ്. വന്ന് ചുമ്മാ തെറി വിളിക്കുന്നു സൈബർ ബുള്ളിങ് നമ്മൾ നോർമലി ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾ വന്ന് തെറി വിളിച്ചാൽ ബ്ലോക്ക് ചെയ്തിട്ട് പിടിച്ച്, കാരണം അത് ചെയ്യേണ്ടതാണ്. അത് ബുള്ളിങ്ങാണ്, ഹറാസ്മെന്റ് ആണ്. പക്ഷേ ഹെൽത്തി ക്രിറ്റിസിസം പോലും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ലോകത്ത് എന്ത് കാര്യം നല്ലതാണെങ്കിൽ ഒരു കൺസ്ട്രക്റ്റഡ് ക്രിറ്റിസിസം ഉണ്ടാവണം, റിവ്യൂ വേണം, ഫീഡ്ബാക്ക് വേണം. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർ ചെയ്യുന്ന പ്ലാനും ഇവരുടെ ആക്ഷൻസിനൊക്കെ റിസീവ് ചെയ്യുന്നവരാണ്. പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെയും മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻസിനെയൊക്കെ നമ്മൾ റിസീവ് ചെയ്യുവാണ്. സോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കൊള്ളാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പോരായിരുന്നു കേട്ടോ എന്ന് അഭിപ്രായം നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് മനസ്സിലാക്കി അവർക്ക് 3rd person പോയിന്റ് ഓഫ് വ്യൂ കിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. കാരണം ഫാൻസ് ആർ റിസീവ് ചെയ്യുന്ന എൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ അവരുടെ റിവ്യൂ കിട്ടി അത് പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, ഐ മീൻ ഇത് ഫാൻസാണോ കസ്റ്റമേഴ്സാണോ?